പെപ്പർ ചിക്കൻ, ബട്ടർ ചിക്കൻ, ചിക്കൻ കബാബ്, അങ്ങനെ ചിക്കൻ്റെ എല്ലാ ഐറ്റംസും വീട്ടിൽ പരീക്ഷിക്കാറുണ്ടെങ്കിലും ഈ ഒരു ഐറ്റത്തിന് വീട്ടിൽ കിട്ടുന്ന ഡിമാൻഡ് അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡിന് മാത്രമല്ല ഇതിൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ഐറ്റം എന്ന് തന്നെ പറയാം നമ്മുടെ ചിക്കൻ വറുത്തരച്ച് വെച്ചത്. ശരിക്കും വളരെ ഈസിയാണ് എങ്കിൽ എനിക്ക് ഭയങ്കര പാടായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വറുത്തരച്ച് വെക്കുന്ന എല്ലാ കറികളും എനിക്ക് പൊതുവേ മടിയാണ് ഉണ്ടാക്കാൻ. എന്താണെങ്കിലും ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഓർക്കുമ്പോഴത്തേക്ക് ഞാൻ തന്നെ അങ്ങ് വെച്ച് പോകാറുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ സൺഡേയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വറുത്തരച്ച ചിക്കൻ കറിയാണ്. എന്താണെങ്കിലും ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്ത് അതിലേക്ക് കുഞ്ഞുള്ളി ഒരു 3-4 ഇട്ടതിന് ശേഷം കുറച്ച് പട്ടയും ഗ്രാമ്പും അതിനൊക്കെ കുരുമുളകും കൂടി ഇട്ട് നല്ല രീതിയിലൊന്നും വെള്ളം ചേർക്കാതെ വറുത്തരച്ചെടുക്കും. ശരിക്കും പറഞ്ഞാൽ വെള്ളം ചേർക്കാതെ അരയ്ക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി ആണെങ്കിലും നമ്മുടെ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. എന്താണെങ്കിലും നമ്മളെ തേങ്ങ നമ്മളൊന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ ഇതുപോലെ അരച്ചെടുക്കുമ്പം എണ്ണ തെളിഞ്ഞ് വരുന്നപ്പോൾ ഒരു പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താം. അതിനുശേഷം അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാനായിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം അടുപ്പിക്കാം. അപ്പോൾ ആദ്യം തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 3 ഓണിയനാണ് എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല കുറച്ച് പൊട്ടറ്റോയും കൂടി എടുത്തിട്ടുണ്ട്. എനിക്ക് ഏത് കറി ഉണ്ടാക്കിയാലും പൊട്ടറ്റോയും അതിനൊക്കെ തന്നെ തേങ്ങാക്കൊത്തും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് പൊട്ടറ്റോയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു പാൻ എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓണിയനും ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ കാരമലൈസ്ഡ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും അതിനൊക്കെ തന്നെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് അതിലേക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ പൊട്ടറ്റോ, ഇതാണ് നമ്മുടെ മെയിൻ ആള്. പണ്ട് എൻ്റെ അമ്മൂമ്മ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, പണ്ടത്തെ ചിക്കൻ കറിയിലൊക്കെ ചിക്കനൊന്നും അധികം വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ പൊട്ടറ്റോ വെച്ചായിരുന്നു എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് വിളമ്പിയിരുന്നതെന്ന്. അന്നൊക്കെ എല്ലാവരും ചിക്കൻ കറിയിൽ ചിക്കൻ തപ്പി നടക്കുമ്പോൾ ഇന്ന് ചിക്കൻ കറിയിൽ ഒരു ആർഭാട് എന്ന രീതിയിലല്ലേ നമ്മൾ പൊട്ടറ്റോ ചേർക്കാറുള്ളത്. തേങ്ങ വറുത്തരച്ച് വെച്ചതും അതിനൊക്കെ പൊട്ടറ്റോയും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിക്കാൻ വെക്കുക. അതിനുശേഷം നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുക. സമയം 9:21 കേട്ടോ. ശരിക്കും നല്ല വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. എന്തായാലും ചിക്കനും കൂട്ട് പെട്ടെന്ന് ചിക്കൻ കറി ആക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ അന്ന് സത്യം മനസ്സിലാക്കിയത്. ചിക്കൻ കറിക്കകത്തുള്ള ഗ്രേവിയൊക്കെ റെഡിയാണെങ്കിലും ചിക്കൻ അവിടെ കവറിലിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇതുവരെ അത് കഴുകിയെടുത്തിട്ടില്ല. എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ ചിക്കൻ നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ചിക്കൻ കറിയുടെ ഗ്രേവിയിലേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ച് കേട്ടോ. അല്ല അടിപൊളി മണമാണ് വരുന്നത്. അങ്ങനെ നമുക്ക് ലാസ്റ്റായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് ഈ ഒരു തേങ്ങ ഇങ്ങനെ വറുത്തിടുന്നത്. അതും കൂടെ ഇട്ടാൽ നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഇട്ട് കാണും എത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് രാത്രി ഡിന്നറിന് വേണ്ടത് ദോശയാണ് കേട്ടോ. ഇന്ന് ദോശയും ചിക്കൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല എൻ്റെ ഒരു ഫ്രണ്ടിനും കൂടെ കുറച്ച് ചിക്കൻ കറി എടുത്ത് മാറ്റി വെക്കണം. അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല അടിപൊളി ദോശ ചുട്ടെടുക്കണം. പരുത്തി ചുട്ടെടുത്ത ദോശയിലേക്ക് നെയ്യ് ഒഴിക്കുമ്പോൾ വരുന്നൊരു മണം ഉണ്ടല്ലോ സാറേ, അത് മാത്രം മതി ഒരു പ്ലേറ്റ് നിറയെ ദോശ തിന്നാൻ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ബൈ.